വൈക്കത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തി. വൈക്കം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. 25 വാഹനങ്ങൾ പരിശോധിച്ചതിൽ 9 വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതിൽ കണ്ടെത്തി. ഈ വാഹനങ്ങൾ സർവീസ് നിർത്തിവയ്ക്കാനും നിർദ്ദേശം നൽകി. സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം മാത്രം ഈ വാഹനങ്ങളെ സർവീസ് തുടരാൻ അനുവദിക്കുകയുള്ളൂവെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 5 സ്ക്വാഡുകൾ വൈക്കം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധന, സ്റ്റേജ് കാരേജ് വാഹനങ്ങളുടെ പരിശോധനയിൽ 25 ഞങ്ങൾ സ്റ്റേജ് കാരേജ് വാഹനമാണ് പരിശോധിച്ചത്. ഇതിനകത്ത് 9 സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ ഡിസ്കണക്ട് ചെയ്ത് ആയിട്ടുള്ള കാണപ്പെട്ടു. ഈ വാഹനങ്ങൾ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച് വൈക്കം ജോയിൻ്റ് RTO മുൻപാകെ ഹാജരാക്കിയ ശേഷം മാത്രം സർവീസ് നടത്താനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ബസ്സുകളിന് ടാക്സ് അടയ്ക്കാത്തതും 2 ബസ്സുകളുടെ പൊല്യൂഷൻ തീർന്ന രീതിയിലും കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ മേഖല കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ സ്വകാര്യ ബസ് പരിശോധന ഉണ്ടാവുന്നതാണ്. ടാക്സ് അടയ്ക്കാത്ത ഒരു വാഹനത്തിനും പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 2 വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. പരിശോധനകളിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ B. അശോകുമാർ, രാജൻ S, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോർജ് വർഗീസ്, ജെറാൾഡ് വിൽസ്, രാജു CR, രഞ്ജിത്ത്, സുരേഷ് കുമാർ, സജിത്ത്, ദീപു R. നായർ, ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു.